കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രാധികാമ്മനെ വരുണിനെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗീതവും ഗോവിന്ദും നല്ല ഒന്നാന്തരം ഒരു നാടകം കളിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കിഷോറിനെ പോയി പഞ്ഞിക്കിടുന്നുണ്ട് അജാസ്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു രഞ്ജുവിനുള്ള ഫുഡ് വകയായിട്ട് ചെന്നതിന് ശേഷം രഞ്ജുവായിട്ട് ഗീതു കുറെ സമയം സംസാരിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് ആമാടപ്പെട്ടിയെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ രഞ്ജു ആ ആമാടപ്പെട്ടി എൻ്റെ ഇതിലേക്ക് കൊണ്ട് തന്നേന്നൊക്കെ. പക്ഷെ രഞ്ജുവിന് കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞില്ല. പിന്നീട് രഞ്ജുവിനോട് ചോദിച്ചു, ആ ആമാടപ്പെട്ടി നിനക്ക് എവിടുന്നാ കിട്ടിയെന്നൊക്കെ. നീ വലിയ ബുദ്ധിശാലിയല്ലേ, നീ കണ്ടുപിടിക്കാൻ പറയണം. അങ്ങനെ ആ വെല്ലുവിളി ഗീതു ഏറ്റെടുക്കുകയാണ്. കണ്ടോ, 4 ദിവസത്തിനുള്ളിൽ ഞാൻ ആ ആമാടപ്പെട്ടി കണ്ട് ആമാടപ്പെട്ടി രഹസ്യം കണ്ടെത്തി നിന്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞിരിക്കുമെന്ന് പറയാണ്. അങ്ങനെ രഞ്ജുവിനെ വെല്ലുവിളിച്ചിട്ടാണ് ഗീതു അവിടെ നിറങ്ങുന്നത്. പിന്നീട് ഗീതു നേരെ വരുന്ന ഓഫീസിലേക്കായിരുന്നു. ഈ സമയത്ത് അവിടെ രാധികാമ്മയും വരുണും കിഷോറും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവര് രാധികാമ്മനെ വരുണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഗീതു ഒരു കാര്യം വിചാരിച്ചു. ഇനിയിപ്പം രാധികാമ്മനെ വരുണിനെയൊക്കെ വിശ്വസിപ്പിക്കണമെങ്കിൽ ഒരു നാടകം ഇവിടെ കളിക്കാൻ നിർത്തി ഗീതു അകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ ഗോവിന്ദരി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഗോവിന്ദനോട് ഗീതു പറഞ്ഞു, അതെ രാധികാമ്മയും വരണേട്ടനൊക്കെ പുറത്തുണ്ടെന്ന് പറയണം. പോരാത്തന്നെ കിഷോർ സുവർണയും കൂടെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, എന്നാ നമ്മുടെ നാടകം അങ്ങ് തുടർന്നാലോ എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ അങ്ങോട്ട് അഭിനയിക്കുകയാണ്. ചെറിയ അഭിനയമല്ല, വലിയ അഭിനയം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇത് ഗോവിന്ദ് എന്ത് ചെയ്യണം, ഉറക്കെ അവിടെ നിന്ന് അലറി പറയണം, അതെ നിനക്ക് തോന്നുമ്പോൾ കയറി വരാനും തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനുള്ള സ്ഥാപനമല്ലത്. ഇവിടെ ഇതിൻ്റെതായ ഒരു ചിട്ടുകളും നിയമങ്ങളൊക്കെ ഉണ്ട്. നിനക്കറിയാവോ, നീ എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, ഇത്ര സമയം നീ എവിടെയായിരുന്നു ചോദിക്കണം. ഇത് കേട്ടോ ഗീതയിലൊരു പതർച്ച പോലെ ഗീതു എന്നിട്ട് പറയണം, പിന്നെ അതെ ഇതെന്റെ സ്ഥാപനം കൂടെയാ, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കയറി വരും, ചിലപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങി പോവുകയും ചെയ്യും. അതൊക്കെ ചോദിക്കാനായിട്ട് ഗോവിന്ദാണ് ആരാന്ന് ചോദിക്കുകയാണ്. നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് മാരേജ് മാത്രമല്ലേ, അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് പറയണം. അത് കേട്ടോ ഗോവിന്ദൻ, അതെ നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിലൊരു ബന്ധമില്ല. കുറച്ചാൾ കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടവളാ നീ, അതോടുകൂടി നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. പിന്നെ കൂടുതൽ നീ എൻ്റെ അടുത്ത് സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അടിയുണ്ടാക്കുവാണ്. ഈ സമയത്ത് ഇതെല്ലാം കേട്ട് പുറത്ത് നിന്നിരുന്ന സുവർണയ്ക്കും രാധികാമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ കണ്ണൻ അവളെ ഉപേക്ഷിച്ചോളൂ, ഡിവോഴ്സ് വരെ പോകുമെന്ന് തോന്നുന്നില്ല കാര്യങ്ങൾ. അതിനു മുമ്പ് തന്നെ അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടോളും. ആ ഒരു സന്തോഷത്തിലായിരുന്നു പുറത്തുനിന്ന് അവർ. അപ്പൊ ഈ CCTVക്ക് അത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദിന്. പക്ഷെ രാധികാമ്മ അവരോടൊപ്പം നിൽക്കുന്നതായിട്ട് അങ്ങോട്ട് സഹിച്ചില്ല. കാരണം ഗോവിന്ദിന്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബദ്ധപ്പെട്ട് ഗീതു എന്ത് ചെയ്യുവാണ്, അവിടെ വെച്ച് വീഴാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ വീഴാൻ തുടങ്ങുന്ന സമയത്ത് ഗോവിന്ദന്റെ നെഞ്ചിലേക്കാണ് പോയി വീഴുന്നത്. പിന്നീട് കുറച്ച് സമയം അവർ രണ്ടുപേരും ഒന്ന് സ്റ്റക്കായി പോകുന്നുണ്ട്. രണ്ടുപേരുടെ ഉള്ളിലെ പ്രണയം അവര് തിരിച്ചറിയുമായിരുന്നു. രണ്ടുപേർക്കും അറിയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുള്ള കാര്യം. ഗീത തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഗോവിന്ദനും അതുപോലെ കണ്ണേട്ടൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഗീതുവിനും അറിയാം. പിന്നീട് ഗോവിന്ദ് എന്ത് ചെയ്യാണ്, അഭിനയൊക്കെ കഴിഞ്ഞ് CCTV കൂടെ നോക്കുമ്പോൾ രാധികാമ്മ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടുമാണ് കിഷോറൊക്കെ ആയിട്ട്. അപ്പൊ ഗോവിന്ദനുള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ സമയം ഗീത പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമുക്ക് ശത്രുക്കൾ കൂടുതലുള്ളത്. ഇപ്പൊ തന്നെ രാധികാമ്മ വന്നുണ്ടോ, രാധികാമ്മ വന്നിട്ട് അവരുമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിഷോറുമായിട്ട്. അപ്പൊ അതിനർത്ഥം എന്താ, രാധികാമ്മയ്ക്ക് ഇതിനകത്തൊരു പങ്കുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും തോന്നുന്നു, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറയണം. അതൊക്കെ വെറും കണ്ണേട്ട തോന്നൽ മാത്രമല്ലേ, കണ്ണേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. സത്യാവസ്ഥ എന്തെങ്കിലും പുറത്തു വരും. അധികം വൈകാതെ തന്നെ ആ സത്യങ്ങൾ പുറത്തറിയുമ്പം ഒരു കാരണവശാലും ഗോവിന്ദേട്ടൻ ഞെട്ടരുത്. ഗോവിന്ദേട്ടൻ സമനില പാലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗോവിന്ദനൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കാരണവശാലും രാധികാമ്മ അതിനകത്ത് കാണത്തില്ല എന്നൊരു ചിന്ത ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അവരുമായിട്ടുള്ള സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ CCTV കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദനുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവുക. ഈ സമയത്ത് പുറത്ത് നിന്ന് രാധികാമ്മയും വരുണും കിഷോറും ഒക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. രാധികാമ്മ പറഞ്ഞു, വീട്ടിൽ വെച്ച് ഈയിടെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവർ രണ്ടുപേരും തമ്മി കണ്ടുകൊണ്ട് കീരിയും പാവം പോലെയാ. കിഷോറിന്റെ പദ്ധതികളൊക്കെ ഏറ്റവും തോന്നേ. കിഷോർ പറഞ്ഞു, ഇത് മാത്രമല്ല ഇച്ചിരി കൂടെ നമ്മൾ ഇത് കൂടുതൽ ഇച്ചിരി കടുപ്പത്തിൽ ഡോസ് കൊടുക്കണം, എങ്കിൽ മാത്രമേ അവർ തമ്മിൽ പെട്ടെന്ന് പിരിയോളൂ എന്ന് പറയാണ്. വരുമണി ശരിയാണ്, ഇത് പോരാ, ഇത് ഈ കൂടുതൽ ഇച്ചിരി ഡോസ് കൊടുക്കണം, അതിനെന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ കിഷോർ, അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട, അതിനുള്ള പ്ലാനുകളും പദ്ധതികളൊക്കെ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞെന്ന് പറയണം. ഈ സമയത്ത്
ഗോവിന്ദനാണ് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഗോവിന്ദൻ രാധികയെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. നേരെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ, ഞാൻ ഇത്രയും കാലം കരുതിയിരുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ അമ്മ എന്നെ ഒരിക്കലും ചതിക്കില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് താങ്ങാൻ കഴിയില്ല. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവരുത്. എൻ്റെ അമ്മ എന്നെ ചതിക്കാനായിട്ട് ഒരിക്കലും ആരുടെ ഒപ്പം കൂട്ടു നിൽക്കാതിരുന്നാൽ മതിയായിരുന്നു. ഗീതു എനിക്ക് പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരാളാണ് എൻ്റെ അമ്മയും. അമ്മയെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ വിശ്വാസത്തിന് ഒരു കോട്ടം തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് മാധവൻ നായരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടുത്തെ പ്രകടനം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഗീത് കണ്ടത് സുവർണയും രാധികാമ്മ എല്ലാവരും കൂടെ ഇങ്ങനെ പുറത്തിങ്ങനെ നോക്കി കേട്ടൊക്കെ നിൽക്കുന്നതാണ്. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഗീതുവിന് മനസ്സിലായി ഇവരെല്ലാം കൂടെ വമ്പം പ്ലാനിങ്ങിലായിരുന്നു. പെട്ടെന്ന് ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും മാറി മാറി പോകുന്നതിന് ഗീതു, അല്ല എല്ലാവരും എന്താ ഇവിടെ പുറത്തേക്കുന്നത്, ഇങ്ങനെ ഒരു ഗൂഢാലോചനയായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സുവർണ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മാഡം എന്ന് പറയണം. അല്ല, രാധികാമ്മ എപ്പം വന്നു നിൽക്കണേ? ഞാനേ കണ്ണനോട് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആക്കി ഒരു ചിരിയും ചിരിച്ചിട്ട് ഗീതു അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഗീതു നേരെ അജാസിന്റെ അരികിലേക്കാണ് ചെന്നത്. പിന്നെ അജാസിനോട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ ഇവിടെ കിഷോറിന്റെ ഒപ്പം ഫുൾ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന രാധികാമ്മയും വരനേട്ടും അവരെല്ലാവരും തോന്നുന്നതെന്ന് പറയണം. ആ സമയത്ത് അവർണയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അവർണയോട് ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം സംസാരിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർണയോട്, ശരിയാണ്, ഈ കൂടെ രാധികാമ്മയും വരനേട്ടും ഉണ്ട്, വരൻ സാറും എല്ലാവരും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അജാസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിഷോറിൻ്റെ ഒരു പണി കൊടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. കിഷോറിൻ്റെ ചെറിയ പണിയല്ല, ഒരു വലിയ പണി തന്നെ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതി ചോദിച്ചു, അല്ല അജാസിക്ക് എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അല്ല, കിഷോർ ഇത്രയും വലിയ കളി കളിക്കുന്നല്ലേ, അപ്പോൾ അവന് നല്ലൊരു സമ്മാനം ഞാൻ കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. എന്താ ഉദ്ദേശം എന്നുള്ള കാര്യം ഇതിന് മനസ്സിലായില്ല. പക്ഷേ അജാസയ്ക്കല്ലേ കൊടുക്കുന്നത്, അത് ചെറിയ പണിയൊന്നും ആയിരിക്കില്ല, നല്ല ഒന്നാം തരം പണി തന്നെയായിരിക്കും എന്ന് ഗീതുവിന് മനസ്സിലായി. പിന്നീട് കാണിക്കുന്നേ അവർണയും ശ്രീജയും കിഷോറിൻ്റെ അമ്മയും കിഷോറും എല്ലാം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അജാസ് അങ്ങോട്ട് ചെല്ലുന്നത്. അവരുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അവരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അജാസിനെ കണ്ടതും പെട്ടെന്ന് കിഷോർ ഇറങ്ങി വരുവാണ്. കിഷോറിനെ കണ്ട വഴി അജാസ് എന്ത് ചെയ്യുവാണ്, ആദ്യം അവനെ നടയടെ കൊടുക്കുന്ന പോലെ കർണം തീർത്ത് രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്താ സംഭവിച്ച എന്നാന്നൊന്നും ശ്രീജയ്ക്കോ അല്ലെങ്കിൽ കിഷോറിന്റെ അമ്മയ്ക്കോ ഒന്നും മനസ്സിലായില്ല. പിന്നീട് അജാസ് അവന്റെ കർണം തീർത്ത് നാലെണ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർണയ്ക്ക് സന്തോഷമാണ് തോന്നിയത്. ഇവന് നാളെ കിട്ടേണ്ട ആവശ്യമുണ്ട്, കാരണം അത്രമാത്രം ചതിയാണ് ഗീതയോടും തന്നോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കിഷോറിന് പോലും മനസ്സിലായില്ല എന്തിനാണ് ഇവൻ തന്നെ വന്ന് തല്ലുന്നതെന്നുള്ള കാര്യം. പിന്നീട് തല്ലെല്ലാം മേടിച്ച് കിഷോർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നേ, നിങ്ങൾ ആര് പറഞ്ഞിട്ടാന്നൊക്കെ ചോദിച്ചിട്ട് കിഷോർ ദേഷ്യപ്പെടുകയാണ്. കിഷോർ തിരിച്ചടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അജാസിന് മുന്നിൽ കിഷോറിന് ഒന്നും ചെയ്യാൻ കഴിയായിരുന്നില്ല. അവസാനം അജാസ് ആ സത്യങ്ങളൊക്കെ കിഷോറിന്റെ വിളിച്ചു പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം കിഷോർ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാ വിളിച്ചു പറയാൻ നമുക്കറിയണ്ടേ, എന്താ സംഭവിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് കിഷോറിനെ പോയി പഞ്ഞിക്കിട്ടേന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.